മെക് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നേരത്തെ കുറച്ച് ടൂൾസുകൾ, സ്പെഷ്യൽ ടൂൾസുകൾ, അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള നോർമൽ ടൂൾസുകളൊക്കെ പരിചയപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ടൂളാണ് ചെയിൻ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയിൻ്റെ കണ്ണിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ ടൂൾസ്. ഈ ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോപ്പറായി ചെയിൻ കണ്ണിയെടുക്കാൻ സാധിക്കുക എന്നാണ്. ഇതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് നമുക്ക് വലിയ ചെയിനുള്ള വണ്ടികൾ, ഇപ്പോൾ 220 അതുപോലെ തന്നെ NS പോലത്തെ വണ്ടികളുടെ ചെയിൻ കട്ട് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു പഞ്ചും, അതുപോലെ തന്നെ നോർമലി ഒരു 150 താഴെയുള്ള CCക്ക് താഴെയുള്ള ചെറിയ ചെയിൻ, കനമില്ലാത്ത ചെയിൻ വരുന്ന വണ്ടികളുടെ ചെയിൻ ലിങ്ക് അഴിക്കാനുള്ള ഒരു പഞ്ച് വരുന്ന ഒരു ഭാഗവും. ഇത് രണ്ട് ഭാഗമുള്ള ഒരു ടൂൾസാണ്. ഇതിൻ്റെ വില ഏകദേശം 1300 രൂപയുടെ അടുത്ത് ഇതിന് വില വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കൊരു കണ്ണി എടുക്കാൻ സാധിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. കാരണം ചെയിൻ കണ്ണി എടുക്കുന്നതിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രോപ്പറായ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം ചെയിൻ്റെ പൊസിഷൻ, ചെയിൻ ഇടേണ്ട രീതികൾ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം ഈ ഒരു ടൂൾ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെയിൻ അഴിക്കേണ്ട ഒരു ആവശ്യമേ, വണ്ടിയിൽ നിന്ന് ചെയിൻ അഴിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മുടെ ചെയിൻ കണ്ണിയെടുക്കുന്നതിനുള്ള സ്പെഷ്യൽ ടൂള്. ഇവിടെ രണ്ട് പഞ്ച്, കണ്ണിയെടുക്കാൻ രണ്ട് പഞ്ച് വരുന്നുണ്ട്. ഒന്ന് ചെറിയ പഞ്ച്, അതായത് ചെറിയ ലെങ്ത്തുള്ള അല്ലെങ്കിൽ ചെറിയ കനം കുറഞ്ഞ നീഡിലുള്ള ഒരു പഞ്ച്. ഇത് വന്നിട്ട് നമ്മൾ ചെറിയ ചെയിനുകൾ, അതായത് 150 CCക്ക് താഴെയുള്ള ചെറിയ ചെയിൻ വരുന്ന വണ്ടികളുടെ ചെയിൻ കണ്ണിയെടുക്കാനാണ്. പിന്നെ രണ്ടാമത്തെ പഞ്ച് വലിയ പഞ്ചാണ് വരുന്നത്. അതായത് വലിയ വണ്ടികളുടെ, ഇപ്പോൾ NS അതുപോലെ തന്നെ RS, പിന്നെ നമ്മുടെ പൾസർ 220 പോലത്തെ വണ്ടികളുടെ വലിയ ചെയിനുള്ളതിൻ്റെ ആ വലിയ കണ്ണി എടുക്കാനുള്ള വലിയ പഞ്ച്. ഈ രണ്ട് പഞ്ച് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ണി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയിൻ കണ്ണി എടുക്കുന്നതിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഇതിൻ്റെ ഹോൾഡിംഗ് ടൂളാണ്. അതായത് നമുക്ക് ഏത് ഭാഗമാണോ കണ്ണി എടുക്കേണ്ടത് ആ ഭാഗം ഈ ഭാഗത്തോട് ലോക്ക് ചെയ്യണം. കാരണം അതിൻ്റെ കണ്ണി ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിലൂടെ പുറത്തോട്ട് വരിക. അപ്പോൾ ഈ കാണുന്ന ഈ വണ്ടിയുടെ ചെയിൻ്റെ ഒരു കണ്ണി എടുത്തിട്ട് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ലോക്ക് അഴിച്ചെടുക്കാം. ഇപ്പോൾ ലോക്ക് നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ മറ്റു വണ്ടികളുടെ, നേരത്തെ ഞാൻ കാണിച്ച വണ്ടിയുടെ ചെയിൻ കണ്ണിയെടുക്കുന്നത് ഇപ്പോൾ ചെയിൻ ഫുള്ളായി ഊരിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഊരുന്ന സമയത്ത് ഈ ചെയിൻ്റെ ഏത് പൊസിഷനിലാണ് കിടന്നത് എന്നൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കണ്ണി മാത്രം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദിച്ചാൽ, ഈ ഒരു കണ്ണി, ഈ ഒരു പഞ്ചിങ്, ഈ ഒരു പഞ്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു ഹോള് വരുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഈ ചെയിൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് വെച്ചൊന്ന് ലോക്ക് ചെയ്യാം. ഫുള്ളായി നമ്മൾ ആ കണ്ണി എടുക്കേണ്ട ആ ഒരു ചെയിൻ്റെ ഭാഗത്ത് മാത്രം ഫുള്ളായി ലോക്ക് ചെയ്തു. അതിനുശേഷം നമുക്കതിൻ്റെ പഞ്ച്, ഈ ഒരു പഞ്ച് ഉള്ളിലോട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് ഇവിടെ 17ൻ്റെ ഒരു ഞെട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 17 ഇല്ല തന്നെ ഇവിടെ ഒരു അലങ്കിയും 6ൻ്റെ അലങ്കി ഉപയോഗിച്ച് നമുക്കത് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 17ൻ്റെ റിങ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്കതിൻ്റെ പുറം ഭാഗത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആ കണ്ണി ഊരി വരുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ ആ ചെയിൻ ലോക്ക് ചെയ്തിരിക്കുന്ന ആ സെൻറ്ററിൽ ആ ഒരു പിന്ന് ഊരി വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയിൻ അഴിക്കാതെ തന്നെ സിമ്പിളായി ചെയിനൊരു പോറലും ഏൽക്കാതെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയിൻ കണ്ണിയെടുക്കാൻ സാധിക്കും. ഇതാണ്ടോ,
വളരെ സിമ്പിളായി നമുക്ക് ചെയിൻ കണ്ണിയെടുത്തു. ഈ രീതിയിൽ ഈ ടൂൾ ഉപയോഗിക്കാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഈ ടൂളൊന്ന് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഈ ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചത്. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയിനിൻ്റെ ലിങ്ക് അഴിക്കേണ്ടത്. നമുക്ക് ചെയിനൊന്നും വണ്ടിയിൽ നിന്ന് അഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.